ചെറിയൊരു വെള്ളച്ചാട്ടം ഇതുണ്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കല്ലേക്കൂടെ ചാടി ചാടി വന്നിട്ട് നല്ല തെളിഞ്ഞ വെള്ളം, കണ്ണീര് പോലത്തെ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ. എന്ത് രസമാണെന്ന് നോക്കി അല്ലേ. ഇതുണ്ടോ, മൊത്തക്കൂടെ ചാടി 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 വരികയാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം, നല്ല രസമുണ്ട് കാണാൻ. ചെറിയൊരു പുഴ, ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന പുഴ. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇത് ചെറിയൊരു കാടാണ്. ഇവിടെ ഒരു ചെറിയ ദേവസ്ഥാനമൊക്കെ ഉണ്ട്. പ്രാവുകളൊക്കെ വന്നിരിക്കുന്ന സ്ഥലം കേട്ടോ. ഒരു ചെറിയ കാട്. നമ്മുടെ കുഞ്ഞി സൈക്കിളും തേണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാർന്നവനും കാർന്നവത്തെയും കൂടി ഇവിടെ എന്തോ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പുഴ ഇങ്ങനെ ആ വലിയ നദിയിലേക്ക് ഒഴുകി പോവുകയാണ്. നമ്മൾ മുമ്പേ കണ്ട നദിയിലേക്കാണ് ഇതെല്ലാം ഒഴുകിച്ചെന്ന് ചേരുന്നത്. നല്ല സൗണ്ടാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ശരി, നമ്മളിനി കയറ്റം തള്ളാൻ പോവുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വെട്ടുകല്ല് വെട്ടുന്ന സ്ഥലങ്ങളാണ്. അതെല്ലാം വെട്ടുകല്ല് വെട്ടുന്ന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് എൻ്റെ അടുത്ത കാണുന്നത്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങടുത്തോട്ട് ചെല്ലുമ്പം കാണിക്കാം. മലകളാണ് വെട്ടി താത്തിരിക്കുന്നത്. അവിടെയൊക്കെ വലിയ ക്വാറികൾ കാണാം. വെട്ടുകല്ലിൻ്റെ വെട്ടുകൽ മട, കരിങ്കൽ മട, അതൊക്കെയാണ് സംഭവം. അപ്പോൾ കയറ്റം ഇങ്ങനെ ചവിട്ടി കയറ്റുമ്പോൾ നല്ല സുഖമുണ്ട്. കാരണം ഇത്രയും നേരം തള്ളുമായിരുന്നു. പിന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായതുകൊണ്ട് കൂടിക്ക് കൂടുതലാണ്. ഇനി അങ്ങോട്ട് തള്ളു തുടങ്ങുവാണ്. ചവിട്ടാനൊരു പാങ്ങ് കിട്ടിയപ്പോൾ എന്നാൽ വീഡിയോ എടുത്തേക്കാന്ന് വെച്ചതാണ്. മുമ്പിൽ കാണുന്ന ആ ചുവപ്പ് കളറിൽ കാണുന്നതെല്ലാം വെട്ടുകല്ലിൻ്റെ മടയാണ് കേട്ടോ. അവിടെയും പണി നടക്കുന്നുണ്ട്. ഇതുപോലെ വെട്ടുകല്ല് മട കാണുന്ന ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ മടകളൊക്കെ ഉണ്ട്, 1 ഏക്കർ 2 ഏക്കർ. ഇത് ഒരുപാട് ഏരിയയിലോട്ട് വെട്ടുകല്ല് മട തന്നെയാണ്. അപ്പം നമ്മുടെ ചവിട്ടിന് വിരാമമായിട്ട് തള്ളു തുടങ്ങാൻ സമയമായി. നമുക്കിവിടെ പടി നിർത്തിയിട്ട് തള്ളു തുടങ്ങാം. അപ്പോഴത്തേ നമ്മൾ മഹാരാഷ്ട്രയുടെ ആദ്യത്തെ ബീച്ച് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. മൽവൺ ബീച്ച്. ഇതാണ് മൽവൺ ജെട്ടി. ഇവിടെ നിന്നാണ് അങ്ങേക്കരയിലെ ആ കാണുന്ന കോട്ടയിലേക്ക് ബോട്ടുകൾ സർവീസ് നടത്തുന്നത്. അതുപോലെ തന്നെ സ്കൂബ ഡൈവിങ്, അങ്ങനത്തെ കായിക വിനോദ പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത്. ആ ഭാഗത്താണ് ആ പരിപാടിയെല്ലാം നടക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഉള്ളൂ. അതിനുശേഷം പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ കടൽ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഈ ജെട്ടിയിലേക്ക് വന്നതാണ്. ആ കാണുന്നതാണ് ആ കോട്ട. അപ്പോൾ ആ കോട്ട നാളെ പോയി കാണണം. നാളെ രാവിലെ തന്നെ പോകണം. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഈ കോട്ട കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏകദേശം 40 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. അതും കൂടുതലും ഈ ഘാട്ട് സൈഡ് ആയിരുന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം തള്ളിക്കയറ്റിയാണ് നമ്മൾ വന്നത്. ഇത് കണ്ടോ, മണലടിച്ച് കയറി മേളി വന്നിരിക്കുന്നുണ്ടോ. ഇതാണ് ബോട്ട് ജെട്ടി. ഇവിടെ നിന്നാണ് വള്ളങ്ങൾ പുറപ്പെടുന്നത്. ഈ കിടക്കുന്ന വള്ളങ്ങളിലാണ് നമ്മൾ അക്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ ധാരാളം ആളുകൾ വരുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് കണ്ടോ, ആ മണൽത്തിട്ട വഴി അങ്ങനെ നടന്ന് നമുക്ക് അവിടെ എത്താൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ടും നടന്നു പോകാൻ പറ്റും. നോക്കണം, മണൽത്തിട്ട ക്രോസ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് നോക്കണം.
അതിനനുവദിക്കുകയെന്നാണ് തോന്നുന്നത്. ധാരാളം ബോട്ടുകൾ ഇവിടെയുണ്ട്. പലതരം വിനോദ പരിപാടികളും ഇവിടെയുണ്ട്. അപ്പോൾ സ്കൂബ ഡൈവിങ്ങിനൊക്കെ 400 രൂപയാണ്. ഇപ്പോൾ ഒരാളെന്നെ ക്യാൻവാസ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ നാളെ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി കോട്ടയൊക്കെ കണ്ട്, കോട്ടയിൽ ചെന്നിട്ട് 1 മണിക്കൂർ തങ്ങാനുള്ള അവസരമാണ് നമുക്ക് അവിടെ ഉള്ളത്. അത് കഴിയുമ്പോഴത്തേനും വള്ളം തിരിച്ചു വന്ന് നമ്മളെ കൂട്ടിക്കിട്ട് പോകും. അപ്പോഴത്തെ അതുണ്ടോ, അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതാണ് കോട്ട. അതുപോലെ തന്നെ മറ്റൊരു കാഴ്ച ഇവിടെയുള്ളത് ശിവാജി മഹാരാജൻ്റെ ഒരു കൂറ്റൻ പ്രതിമയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുണ്ടോ, അത് നമുക്ക് അടുത്ത് പോയി കുറച്ച് കഴിഞ്ഞ് കാണാം. അതുപോലെ തന്നെ സൂര്യാസ്തമയവും അവിടെ നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ഉള്ള ചെറിയ ചെറിയ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞി സൈക്കിളിനുള്ളിലാണ്. ദേ ആ കാണുന്ന സ്ഥലത്താണ് കുഞ്ഞിയെ വെച്ചിരിക്കുന്നത്. അതുണ്ടോ, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ പുള്ളി നോക്കിക്കോളാമെന്ന് പറഞ്ഞ് പോയിട്ട് വരാൻ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ആ കടയിലെ ആളുകളൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി, അല്ലെങ്കിൽ ശിവാജി മഹാരാജൻ്റെ ആ പ്രതിമ നിൽക്കുന്ന ആ സ്ഥലത്ത് പോയി ആ ഭാഗത്തും ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇന്ന് മഴയുടെ സാധ്യത കാണുന്നില്ല, പക്ഷെ പറയാൻ പറ്റില്ല എപ്പോഴാണ് മഴ വരുന്നെന്ന്. വാരിക്കിട്ടി ഓടേണ്ടി വരും. അതുകൊണ്ട് സേഫായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത്. ആ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഗവൺമെൻറ്റിൻ്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് അവിടെ ഒന്നും കിടക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ കടയുടെ ഫ്രണ്ടിൽ വല്ലതും കിടക്കാം എന്നാണ് വിചാരിക്കുന്നത്. കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ട് ഇവിടെ ബോട്ടുകളൊക്കെ അടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ടോ, ഇല്ലെന്ന് തോന്നുന്നു. ഒരു ബോട്ട് അവിടെ വന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഏതായാലും നമ്മൾ നാളെ രാവിലത്തേക്കേ പോകുന്നുള്ളൂ. ധൃതി വെച്ച് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പതിയെ എവിടെയെങ്കിലും കിടക്കാനുള്ള സ്ഥലം തപ്പണം. അതിലെ അങ്ങോട്ട് പോകാൻ തോന്നുന്നു കേട്ടോ, ആ ചെറിയ ദൂരത്തിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഒന്ന് പോയി നോക്കാം. ഈ സൈഡിൽ കൂടെ നടന്നു പോകണം. അതെനിക്ക് തോന്നുന്ന മറ്റൊരു വഴിയെ വരണമെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് വേണമായിരിക്കും. ഏതായാലും പോയി നോക്കാം. രാജ്ഭോഗ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നമുക്ക് കിടക്കാനുള്ളൊരു സൗകര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ 10 വരെ ഉണ്ട്. 10 കഴിയുമ്പോഴത്തേന് ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞ്. പിന്നെ ഇവിടെ ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ചായ പറഞ്ഞിട്ടുണ്ട്, അത് കുടിച്ചിട്ട് നമ്മൾ കുഞ്ഞിനെ ഒന്ന് ഇറക്കി കടപ്പുറത്തൂടെ ഒന്ന് നടക്കണം. അതിന് ശേഷം സൈക്കിൾ എടുത്ത് ഈ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റും. അപ്പോൾ സൈക്കിൾ എടുത്ത് ഈ സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് ലോക്ക് ചെയ്യുക. അപ്പോൾ ചായ റെഡിയായിട്ടുണ്ട്. അപ്പോഴത്തെ ബായിയൊക്കെയാണ് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കേട്ടോ. അവരെല്ലാം ഇവിടെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവരുടെ വീഡിയോ എടുക്കാം. ഇതാണ് അവരുടെ ഹോട്ടൽ. അപ്പോൾ നമ്മുടെ ചായ റെഡിയാണ്, ചായ കുടിക്കാം. അപ്പോഴത്തേക്ക് ഇതൊരു സ്പെഷ്യൽ ചായയാണ്. ഇപ്പോൾ എൻ്റെ കൈ തട്ടി ഇച്ചിരി താഴോട്ട് പോയതാണ്. സ്പെഷ്യൽ ചായയാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാണെന്നറിയില്ല. ഏതായാലും ഈ മഹാരാഷ്ട്രയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു ചായ കുടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ ഈ ചായയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കുടിച്ച് നോക്കി, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സാധനം അടിപൊളിയാണ്, നല്ല പൈസയാകുന്ന സാധനമാണ്. പൈസയൊന്നും ചോദിച്ചില്ല, ഒരു ചായ ഒന്ന് ബുക്ക് ചെയ്ത്. അപ്പോൾ ഏതൊക്കെയാലും കുടിച്ചിട്ട് നോക്കാം പൈസ എത്രയാവും. അപ്പോൾ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. കുഞ്ഞിനെ അവിടെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇവിടെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. കടൽ തൊട്ടടുത്താണ്. നല്ല കാറ്റ് വന്നാൽ മൊത്തം പാളും, കാരണം ഇവിടെ ഇപ്പം വെള്ളം കയറി. ഇതുണ്ടോ, ഇപ്പം മഴ നിൽക്കുവാണെങ്കിൽ ഈ വെള്ളം ഒന്ന് ഒഴുകിപ്പോയാൽ ടെൻ്റ് അടിക്കാം, അല്ലെങ്കിൽ നടയുടെ മേളും എല്ലാം കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞിനെയായിട്ട് കടപ്പുറത്തൂടെയൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേൻ്റെ മഴ അടിപൊളിയായി. അതുകൊണ്ട് കുഞ്ഞി ഇരിക്കുന്നുണ്ടോ, കുഞ്ഞിനെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഏതൊക്കെയാലും ദൈവം സഹായിച്ച് ഇവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട്
ഇത് കസ്റ്റംസിൻ്റെ ഓഫീസാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ കയറി കിടക്കാം. പക്ഷേ ഗേറ്റ് ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടി, അവിടെ വല്ലതും സംഭവിച്ചു പോയാൽ പിന്നെ നമ്മുടെ തല വരും. ഇതെല്ലാം ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണ്. അതുകൊണ്ട് അതെല്ലാം ഗവൺമെൻറ് ബിൽഡിങ്ങാണ്. കാര്യം പറഞ്ഞാൽ അവിടെ തുറന്ന് നമുക്ക് കയറി കിടക്കാം. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ നെഗറ്റീവ് നമ്മൾ ചിന്തിക്കണമല്ലോ. 10 പോസിറ്റീവ് ചിന്തിക്കുമ്പോൾ ഒരു നെഗറ്റീവ് വരും ചിന്തിക്കണ്ടേ. അതുകൊണ്ടാണ് കുഞ്ഞി അവിടെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. നനയുന്നൊന്നുമില്ല, ചെറുതായിട്ട് നനഞ്ഞാലും സാരമില്ല, അതായപ്പോൾ ഒന്നും ചെയ്യാം. അപ്പോഴത്തെ നമ്മൾ കോട്ട കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ എണ്ണം കൊടുത്തു. അപ്പോൾ ഞാൻ ജെട്ടിക്കുള്ളിലോട്ട് കയറിയതാണ്. ഇത് കണ്ട ബോട്ടുകളൊക്കെ കിടക്കുന്ന കണ്ട, അടിപൊളിയല്ലേ. നിറയെ ബോട്ടുകളുണ്ട്. കാലാവസ്ഥ മോശമായതുകൊണ്ട് ആർക്കും ഒരു സ്കൂബ ഡൈവിങ്ങിനോ ഒന്നും ആൾക്കാർ വരുന്നില്ല. അതുകൂടാതെ തിരക്ക് കുറവാണ്. കണ്ടോ നിറയെ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് കോട്ടയിലേക്കാണ് പോകേണ്ടത്. ഇവിടെയും ബോട്ടുകൾ കിടപ്പുണ്ട്. ഈ ബോട്ടുകളിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 20 പേരാണ് ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. ശിവാജി മഹാരാജിൻ്റെ ഒരു പ്രതിമ ഏതാണ്ടോ നല്ല സ്റ്റൈലായിട്ട് കടലിലേക്ക് നോക്കി നിൽക്കുന്ന ശിവാജി മഹാരാജ്, ഛത്രപതി ശിവജി. അപ്പോൾ 1664-65 കാലഘട്ടത്തിൽ നിർമ്മിച്ച കോട്ടയാണ് എൻ്റെ മുമ്പിൽ കാണുന്ന ആ കോട്ട. അത് ഛത്രപതി ശിവജി മഹാരാജാവ് നിർമ്മിച്ച കോട്ടയാണ്. ഏകദേശം 800 ഏക്കർ സ്ഥലത്താണ് ആ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ളിലൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്കുള്ള യാത്ര വളരെ ദുർഘടം പിടിച്ചതാണ്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ തുരുത്തുകൾ കാണാൻ പറ്റും. വേണ്ട ഇവിടെ ഒരു തുരുത്തുണ്ട്. മറ്റൊരു കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്താണ് ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ ആ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അതും ഒരു കോട്ടയുടെ ഡിസൈനാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മാസക്കാലം ഈ മഴക്കാലമാകുമ്പോൾ ആ കോട്ടയിലുള്ള ആളുകൾ, ആ ഗ്രാമത്തിലുള്ളവർ ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ച് 3 മാസം അതിന് വെളിയിലേക്കുള്ള ഒരു ബന്ധങ്ങളുമില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. മൊബൈൽ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുമെന്നല്ലാതെ കറണ്ടുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പുറം നാടുമായിട്ട് അവർക്ക് മറ്റൊരു ബന്ധം കാണിയാൽ ഒരു ദ്വീപിനുള്ളിൽ കിടക്കുന്ന പോലെ തന്നെ കിടക്കേണ്ടി വരും. ഇതാണ് ഇവിടുത്തെ ഈ കടൽ തീരം. പക്ഷേ കടൽ തീരത്തോട്ട് നമുക്ക് പോണേൽ 100 കണക്കിന് നായ്ക്കളുടെ പെർമിഷൻ വേണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെയാണ് ചെറിയ വള്ളങ്ങൾ മീൻപിടുത്തം കഴിഞ്ഞ് വന്ന് വല തുറക്കുന്നത്. ഇത് കണ്ടോ ആ ഭാഗത്ത് മീൻപിടുത്തക്കാർ ഒക്കെ മീൻ കൊണ്ടുവന്നിരിക്കുന്നത് കാണാം. വെളുപ്പിനെ പോകുന്ന ബോട്ടുകളാണ്. അവയെല്ലാം ഈ സൈഡിൽ കൂടെയൊക്കെ ചെറിയ തുരുത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ കയറി വരണം. കാരണം പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണിത്. നമ്മൾ കൊങ്കൺ തീരങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഈ പാറക്കെട്ടുകൾ നിറഞ്ഞ കടൽ തീരമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ പാറക്കെട്ടുകൾ കുറവുള്ള. അതായത് കോഴിക്കോട് ഇപ്പുറത്തോട്ട് പാറക്കെട്ടുകൾ തുടങ്ങുന്ന ഒരു കടൽ തീരമാണ്. അതുകൊണ്ടാണ് വേവ്സ് കുറവുള്ളത്. ഇവിടെ എല്ലാ പാറകളിലിടിച്ച് വേവ്സിൻ്റെ ആ ഒരു പവർ കുറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ചെയ്തുണ്ടോ വള്ളങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ശരി, ഇതിലേതോ ഒരു വള്ളത്തിൽ നമുക്ക് അക്കരയ്ക്ക് പോകാം. ഇപ്പോൾ 5 പേരേ വന്നിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട്, വെയിറ്റ് ചെയ്യണം. ആ കോട്ടയാണ് നമ്മുടെ ലക്ഷ്യം. 1664-65 പണിത ആ വലിയൊരു നിർമ്മിതി ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ചരിത്രം ഉറങ്ങുന്ന ആ മണ്ണിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പോൾ കോട്ടയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തു. 20 പേരായി. ഇപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ബോട്ടിയടിയിലേക്ക് വന്നതാണ്. ഇപ്പോൾ വലിയ വള്ളങ്ങൾ വലിയ ബോട്ട് പോകുന്നില്ല, ചെറിയ ബോട്ടുകളാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെറിയ ബോട്ടിയട്ടിയിലേക്ക് രാവിലെ നമ്മൾ കണ്ട ആ ബോട്ടിയട്ടിയിലേക്ക് വന്നതാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ നമ്പറിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഛത്രപതി ശിവജി മഹാരാജ് നിർമ്മിച്ച 1664 നിർമ്മിച്ച ആ കോട്ടയിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അതിനുള്ളിലെ ഗ്രാമവും ആ കോട്ടയുടെ ആ ചരിത്രവും ഒക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ തന്നെ ബോട്ട് വരും. ബോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി
പോകാൻ പറ്റും. അപ്പോൾ ശരി, യാത്ര കോട്ടയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര കോട്ടിയട്ടിയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. നല്ല വേവ്സ് ഉണ്ട്. ഇപ്പത്തെ കോട്ട ലക്ഷ്യമാക്കി ധാരാളം ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ കിടക്കുന്ന കാണാം. അതുപോലെ ചെറുവള്ളങ്ങൾ കാണാം. അപ്പം നമ്മൾ ഏറ്റവും ബാക്കിലാണ് ഇരിക്കാൻ സീറ്റ് റെഡിയാക്കിയത്. അപ്പം മെയിൻ കരയിൽ നിന്ന് നമ്മൾ ഇങ്ങ് പോകുന്നു. നല്ല വേസാണ്. എല്ലാവരെയും കോട്ട കാണിക്കാനുള്ളൊരു ഇതാണ്. നമ്മുടെ ഛത്രപതി ശിവജിയുടെ പ്രതിമ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. काढून एका साईडला ठेवा सर्वांनी. पाय देऊ नका त्याच्यावरती. याच्यावरती तुम्हाला घालायची आहे ती. एका साईडला ठेवा. बोट नंबर 42 आहे ही.